നാടിന്റെ ഇലക്ഷൻ ഡെസ്ക് തുടരുകയാണ്. വോട്ടത്തോണിൽ ഞാനിപ്പോൾ ചേരുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലം നമുക്കറിയാം, പലപ്പോഴും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ചയാകുന്നതാണ്. ബഫർ സോൺ വിഷയങ്ങളുണ്ട്, അങ്ങനെ ഇവിടുത്തെ റോഡിന്റെ വികസനമുണ്ട്. ഇവിടെ 3 തവണയായി ഇവിടുന്ന് ജയിച്ചു പോകുന്നത് ഡോക്ടർ എൻ ജയരാജാണ്, LDF സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും ഒട്ടും മോശമല്ല. പ്രദേശത്തുള്ളവർക്ക് വളരെ ചിരപരിചിതനാണ്, അധ്യാപകനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹവും പ്രൊഫസറാണ്, പ്രൊഫസർ റോണി കെ ബേബിയാണ്. NDA സ്ഥാനാർത്ഥി ഒട്ടും മോശക്കാരനല്ല കേട്ടോ, കേന്ദ്ര സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. അദ്ദേഹമാണ് NDA സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അപ്പോൾ ചീഫ് വിപ്പും കേന്ദ്ര സഹമന്ത്രിയും തമ്മിലുള്ള മത്സരമാണ്. അങ്ങനെ പലതരത്തിലുള്ള കോൺഗ്രസിന്റെ വക്താവാണ്, AICC KPCCയുടെ വക്താവാണ് UDFനായി മത്സരിക്കുന്നത്. അങ്ങനെ വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മത്സരമാണ് കാഞ്ഞിരപ്പള്ളി. ഇത്തവണ കാഞ്ഞിരപ്പള്ളി MLAക്കൊപ്പം നിൽക്കുമോ, അതോ വികസനത്തിനായി മണ്ഡലം മറിച്ച് ചിന്തിക്കുമോ? ആർക്കൊപ്പം നിൽക്കും? UDFനൊപ്പം നിൽക്കുമോ? NDAക്കൊപ്പം പോകുമോ, അതോ LDF നിലനിർത്തുമോ മണ്ഡലം? ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു മണ്ഡലമാണ്. മണ്ഡലത്തിന്റെ പ്രത്യേകതകളിലേക്ക്, സവിശേഷതകളിലേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കാഞ്ഞിരപ്പള്ളിയെ കുറിച്ചാണ്. കാഞ്ഞിരപ്പള്ളിയിലെ 3 തവണയായി വാഴൂരിൽ മത്സരിച്ച് ജയിച്ച് അതിനുശേഷം 2011 മുതൽ ഇവിടെ തുടർച്ചയായി മത്സരിച്ച് ജയിക്കുന്നത് ഡോക്ടർ എൻ ജയരാജാണ്, ചീഫ് വിപ്പാണ്. അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് വെച്ചാണ് LDF വോട്ട് ചോദിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ മറ്റ് 2 മുന്നണികളും, NDA ആകട്ടെ UDF ആകട്ടെ, പലതരത്തിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ബൈപ്പാസിന്റെ വികസനം, അതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അതുപോലെയുള്ള കോട്ടങ്ങളെല്ലാം നിരത്തിയാണ് അവർ LDFനെതിരായി വോട്ട് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ടോബി ഉണ്ട് ഇവിടെ. ടോബിയോട് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ, ഈ മണ്ഡലം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഈ ബഫർ സോണും വനം വന്യജീവി സംഘർഷം, അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉയർന്നു കേൾക്കാറുണ്ട്. അതുപോലെ ഇൻഫാം കർഷക സംഘടന, അവരുടെ പ്രശ്നങ്ങൾ, അവരുന്നയിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നിൽക്കാറുണ്ട്. അത്തരത്തിൽ പലവിധ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പലവിധ വിഷയങ്ങൾ, കർഷകർ എന്ന് പറയുന്ന, നമുക്കറിയാം കേരളത്തിൽ കർഷകരുടെ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വനം വന്യജീവി പ്രശ്നം, ഒപ്പം തന്നെ ബഫർ സോൺ പ്രശ്നം, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. റബ്ബർ വില, രാഹുൽ ഗാന്ധി വന്നപ്പോൾ റബ്ബർ വില 300 ആക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പോയേക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ വന്നപ്പോൾ അവരും പറയുന്നു, പ്രധാനമന്ത്രി പരാമർശിക്കുന്നു. അപ്പം റബ്ബർ കർഷകർ അടക്കമുള്ള കർഷകർക്ക് വലിയ സ്വാധീനമുണ്ട്. എന്തായാലും മത്സരം യാതൊരു സംശയമില്ല. ഇപ്പൊ നമുക്ക് ഈ കടയിൽ കാണാം കേട്ടോ, 3 മുന്നണികളുടെയും ഇത് ഷോളുകൾ. അപ്പൊ അത്രയും താഴെ തട്ടിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയെ ഇറക്കിയതിന്റെ ഒരു പ്രത്യേക കാരണം, അവരുടെ A ക്ലാസ് മണ്ഡലമാണ് BJPയുടെ. അപ്പോൾ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി കൂടി വരുന്നു എന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ അടക്കം പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ജയരാജ് നമുക്കറിയാവുന്ന സ്ഥിരം MLA ആണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുള്ള ഒരു സ്വാധീനം അത് നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. അത്രത്തോളം പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും നടന്നില്ലെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഓരോ വീടുകളിൽ കയറി ചെല്ലാനും ആളുകളെ നേരിട്ട് അറിയാനും ഒക്കെ അറിയാവുന്ന ഒരു വീട്ടിലെ കുടുംബാംഗത്തെ പോലെയുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ജയരാജന് അത് ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. റോണി, നമ്മൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലാണല്ലോ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവിടെ ഉള്ളവർക്ക് ഇലക്ഷനോടൊക്കെ ഉള്ള ഒരു താല്പര്യം എങ്ങനെയാ? ചേച്ചി കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണോ? ചേച്ചിക്ക് താല്പര്യമില്ല? ആരും മിണ്ടുന്നില്ല? ചേച്ചിക്കോ ഇഷ്ടമില്ല? രാഷ്ട്രീയ ഇഷ്ടമല്ലേ? വോട്ട് ചെയ്യാൻ പോവോ? കാഞ്ഞിരപ്പള്ളിയാണോ? അതെ. ആർക്ക് ചെയ്യുന്നു ചോദിക്കുന്നില്ല. എന്നാൽ ഇവിടെ നല്ല ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഉണ്ടോ ചേച്ചി? കാരണം എന്താ പറയാ, നമ്മൾ പൊതുവെ നോക്കുമ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉണ്ടായുള്ളൂ ഇത്തവണ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂട് കുറവാണ്. എന്താ ചേച്ചി? ഞാൻ അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിലോട്ട് അങ്ങനെ വരുന്ന ആളൊന്നും അല്ല. ഞാനിപ്പോ താമസിക്കുന്ന ചെടനാട് പേട്ടയാണ്. വോട്ട് ചെയ്യാൻ ഇവിടെയാണോ? എന്റെ വോട്ട് എന്തായാലും ചെയ്യും. വോട്ട് ചെയ്യും. ആർക്ക് ചെയ്യുന്നല്ല, ആര് മുന്നണി ഏത് മുന്നണി ജയിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇത്തവണ സർക്കാർ ഭരണം മാറും. സംസ്ഥാനത്ത് ഭരണം മാറും. സംസ്ഥാനത്ത് ഭരണം മാറാൻ സാധ്യത അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ചേച്ചി അതിലൊരാളാണല്ലോ. ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താണ്? മാറ്റം ഉണ്ടാകണം. എന്താ പറയുന്നേ? മാറ്റം ഉണ്ടാകണം. അതായത് ഈ മണ്ഡലത്തിലെ കാര്യം എങ്ങനെയാണ്? എനിക്ക് 3 തവണയായിട്ട് ഇവിടെ ഒരാൾ തന്നെയാണ് അല്ലെ, MLA ഒരാൾ തന്നെയാണ്, ഡോക്ടർ എൻ ജയരാജ്. മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാവണോ അതോ സംസ്ഥാനത്ത് ഭരണം മാറണോ? ഭരണം നല്ലതായിട്ട് മാറണം. എല്ലാം
മാറ്റം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ചേച്ചി എന്താ പറയുന്നത്? പച്ചവെള്ളം പോലും ഞങ്ങൾക്ക് കുടിക്കാനില്ലെന്നുള്ളത് സത്യം. കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ് ചേച്ചിയുടെ. എന്താ ചേച്ചി ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമുണ്ടോ? കുടിവെള്ളം ഇല്ലേ ഞങ്ങൾക്ക്. ഞങ്ങളുടെ അവിടെ കിണർ കുടിക്കാൻ പാറയുടെ മൂല, അവിടെ വെള്ളമില്ല. പൈപ്പിട്ട് 5-6 വർഷം തന്ന ചെയ്ത് പിന്നെ പൈപ്പ് വേറൊരു വഴിക്ക് മാറ്റി വിട്ടു. നാട്ടുകാർ ചെയ്യുന്ന അപ്പം നമ്മൾ പരാതി കൊണ്ട് ചെല്ലുമ്പോൾ ഇവരാരും അനങ്ങുന്നില്ല, എല്ലാവരും കൈയൊഴിയാണ്. പിന്നെ മാറ്റം വരണം എന്നാണോ ചേച്ചി പറയുന്നത്? മാറ്റം വെള്ളവേലും എല്ലാവർക്കും കിട്ടണ്ടേ. പിന്നെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ നമ്മൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയണം എന്നാണ് ചേച്ചി പറയുന്നത് അല്ലേ? വോട്ട് ചെയ്യാൻ പോകുമല്ലോ എന്തായാലും? വോട്ട് ചെയ്തേക്കാം. വോട്ട് ചെയ്യണം തീർച്ചയായിട്ടും. ചേച്ചിയോ? ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ലിസമ്മ. ലിസമ്മ ചേച്ചി എവിടുന്നാ? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി തന്നെയാ. ചേച്ചിയുടെ അഭിപ്രായം എന്താ ചേച്ചി? ഇനി UDF വരണം. മാറ്റം വേണം തീർച്ചയായിട്ടും. മണ്ഡലത്തിൽ മാത്രമാണോ അതേ സംസ്ഥാനത്ത്? മൊത്തം വേണം. മുഴുവൻ സീറ്റും UDFന് കിട്ടുവാണെങ്കിൽ അതായിട്ടും നല്ല. അതിന്റെ ഒരു കാരണം എന്താ? എന്നാ കാരണം 10 വർഷത്തെ നമ്മൾ പത്രമൊക്കെ വായിക്കുന്നവരല്ലേ, നമ്മൾ മലയാളികളല്ലേ. നമ്മൾ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. അതുകൊണ്ട് ചേച്ചി വത്സമ്മ. വത്സമ്മ സുന്ദരി ചേച്ചി, നല്ല രസമുണ്ട് സാരിയൊക്കെ കാണാൻ. ചേച്ചിയും കാഞ്ഞിരപ്പള്ളി മണ്ഡലം തന്നെ. ആണുവ. ആര് ജയിക്കണം? LDF ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നില്ലേ ഇപ്പൊ നിൽക്കുന്ന ആള്. ഇപ്പൊ നിൽക്കുന്നയാള്. അപ്പം അവര് ഒരുപാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.